എന്താ മമ്മൂക്ക ഒരു രക്ഷയില്ലാത്ത ടീച്ചറുകൾ, ഗംഭീരം ഒരു ഗെറ്റപ്പ്. അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മളല്ല അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് വെറുതെ പറയാം, നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു, അതൊക്കെ എനിക്ക് പേടി, പ്രതീക്ഷിക്കും തുയരല്ലേ നമുക്ക് സമയമുണ്ട് ഇതിനെപ്പറ്റി പറയാം. തീർച്ചയായിട്ടും ജയറാമേട്ട ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ട ഉറപ്പിച്ചത് ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ, ആ ഒരു കഥയുണ്ട്. നാം ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തെടുക്കും. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിലെ അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് അൻസാറിന് പല ദിവസങ്ങളും ചോദിക്കും ഒരു ഫോട്ടോ, എനിക്കത് മാത്രം മതി, കൂടെ എടുക്കണം. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നിട്ട് കാലത്ത് 6:30 മണിക്ക് വീടിന്റെ വാതിൽക്ക് പോയി കൊണ്ടുപോയി ഇപ്പം കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പായിരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാമെന്ന് കാര്യം ഉറപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട്, അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ പോകുന്നു. ഒരുപാടുണ്ട്. അതിപ്പോഴും ഈ ആ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു എനർജി എവിടെ നിന്ന് അതന്നെ ഈ ഒരു ഏജിൽ പറഞ്ഞ് ശീലിച്ചു പോയി. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് കൂടെ എൻ്റെ എനർജി. ഭീഷ്മ ഇറങ്ങിയ ടൈമില് നമുക്കടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോ പറയില്ല. അടുത്ത തീരുമാനത്തിലാണ്. വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക. അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്ക്വാഡുമാണ് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വിശ്വനാഥത്തിന് ശേഷം 2000 ശേഷം സംസാരിക്കുന്ന പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായി പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ട്. 42 വർഷമായി സിനിമയിൽ. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കില്ലേ? അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സുഖമാണെങ്കിൽ മമ്മൂക്ക നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകാനുണ്ട്. അല്ല, എൻ്റെ ഷൂട്ടിങ്ങിന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ 3 ദിവസമായിട്ട് അവിടെ ആയിരുന്നു. വേറെ തെറ്റുവരെടുത്ത് ചോദിക്കുന്നത് ഇല്ലല്ല. ഒരു 88-ലൊക്കെ ഞാൻ തുടങ്ങുന്ന ആ ടൈമിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ എന്നും ഒരു എന്താ പറയുക അഭിമാനത്തോടും പറയുന്നത്. പത്മനാഭൻ സാറിൽ തുടങ്ങി ഭരതേട്ടൻ പോലെയുള്ള ശശിയേട്ടൻ പോലുള്ള സിബിയെ പോലുള്ള കമലിനെ പോലുള്ള സത്യനന്ദികാടിനെ പോലുള്ള എത്രയോ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ലോഹിദാസിനെ പോലെ ശ്രീനിവാസനെ പോലെ എത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സിൻ്റെ കൂടെ അങ്ങനെ ഏകദേശം ഒരു 20-25 വർഷത്തോളം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് അത്ര മനോഹരമായിട്ടുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമയും കാലഘട്ടങ്ങളും സിറ്റുവേഷനും എല്ലാം മാറി വരുന്നൊരു സമയമാണ്. സിനിമ ആസ്വാദകർ മാറി വരുന്ന സമയമാണ്. പുതിയൊരു ജനറേഷൻ രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ പുറമേ ഒന്ന് മാറി നിന്ന് സത്യമായിട്ട് ഒന്ന് വാച്ച് ചെയ്യരുത്, എന്താണ് വരുന്ന മാറ്റങ്ങൾ, ഇനി ഒരു എങ്ങനത്തെ സിനിമയിൽ കൂടെ തിരിച്ചു വന്നത് നന്നായിരിക്കും. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് മിഥുൻ എന്നെ തേടി വന്നത്. അതേപോലത്തെ സിനിമ എനിക്ക് കിട്ടിയത്. സോ ലക്കി, ഐ ആം സോ ബ്ലെസ്ഡ്. ലൈഫ് എന്ന സിനിമയിൽ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി ഐശ്വര്യലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ജയറാമേട്ടൻ ഉണ്ടാവുമോ തട്ട് ലൈഫിൽ? നമ്മൾ പ്രതീക്ഷിക്കാമോ അങ്ങനെയൊക്കെ? ഇത് മണിരത്നം തട്ട് ലൈഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് പറയാറായിട്ടില്ല. ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ തുടക്ക ഡിസ്കഷൻ സമയത്തൊക്കെ ഓഫീസിൽ ഞാനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഇതുവരെ കൺഫേം ആയിട്ടില്ല.
വിജയന്റെ സിനിമകളെല്ലാം എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം വിധുൽ മാധവന്റെ ഏപ്പടങ്ങൾ എന്നൊരു ടാഗ് ലൈൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറയുമ്പം എന്താണ് തോന്നുന്നത്? അത് ഇനി 5-ാം പാതിര ഞാനത് ആക്ച്വലി മാറ്റാൻ വേണ്ടി ഒരു പേര് തപ്പി ലാസ്റ്റ് പല പേരിട്ടു. ഒരു തരത്തിൽ നമ്മുടെ അസുരൻ എന്നൊരു പേര് അത് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഏയിലേക്ക് വന്നു. ലാസ്റ്റ് 5-ാം പാതിര എന്നുള്ള പേര് ഫൈനലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഏപ്പടങ്ങളെ ചെയ്യുന്നു. ആക്ച്വലി ഇടയ്ക്ക് ഞാൻ ചോദിച്ചായിരുന്നു ശരിക്കും ഒരു ഏപ്പടം ചെയ്ത് നോക്കിയാലോ എന്ന് വരെ ആലോചിച്ചില്ല. അതും ആ പരീക്ഷത്തിൽ പോലും ചിലപ്പോൾ മുതിർന്നേക്കാം. അതിന്റെ പേരപ്പോൾ വെറും ഏത് മാത്രമേ ഉണ്ടാകും. എന്നാൽ ഇനി ആ സംവിധാനം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ ഏത് തന്നെ ആയിരിക്കും പേരുന്നത്. അതെന്തായാലും തീരുമാനിച്ചു എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിച്ച് ഏയുള്ള പേര് കണ്ടുപിടിക്കും. ഡോക്ടർ വേറെ പേരുമായിട്ടാണ് വന്നത്. അപ്പൊ അബ്രഹാം മോസ്ലറിന്റെ ക്യാരക്ടറിന്റെ പേര് കിട്ടുന്ന സന്തോഷമായി. അതല്ലേ ഈ പടത്തിന്റെ പേര് കിടക്കുന്നത്. അങ്ങനെ എടുത്തിട്ടാണ് അബ്രഹാം മോസ്ലർ. പറയില്ല.